തൃക്കളത്തൂരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. നിരവധി പേർ പങ്കെടുത്തു. നാടിന്റെ ആരോഗ്യം ഉറപ്പാക്കി തൃക്കളത്തൂർ ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ, ഇടപ്പള്ളി ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ അന്നൂർ ഡെന്റൽ കോളേജ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. തൃക്കളത്തൂർ കുന്നത്തോളി സെന്റ് ഗ്രിഗോറിയസ് ചാപ്പലിൽ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അസോസിയേഷൻ പ്രസിഡന്റ് എ വി ജോയ് ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കളെ, തൃക്കളത്തൂര് ദേശത്ത് പ്രവർത്തിക്കുന്ന ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞങ്ങൾ സ്ഥാപിതമായിട്ട് 2 വർഷം തികയുന്നു. ഓരോ വർഷവും ഇതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ ഇവിടെ നടത്തുന്നുണ്ട്. ഇന്ന് വളരെ വിപുലമായിട്ട് ശാന്തി ഭവൻ ഗുഡ് സമരിറ്റൻ മെഡിക്കൽ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ നിന്ന് ക്യാമ്പ് നടക്കുന്നത്. എല്ലാവിധ ടെസ്റ്റുകളും പരമാവധി ഇന്നിവിടെ നടത്തപ്പെടുന്നുണ്ട്. കണ്ണിൻ്റെ ടെസ്റ്റ്, ദന്തൽ ചെക്കിങ്, അതുപോലെ ECG, മറ്റേ ബ്ലഡ് ടെസ്റ്റുകൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ഇവിടെ നോക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളെയും അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇതിനകം വന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ ആരോഗ്യത്തെ മുൻനിർത്തി അസോസിയേഷൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇത് നടത്തപ്പെടുന്നു. എല്ലാ വർഷവും ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. അസോസിയേഷൻ സെക്രട്ടറി PV ബേബി അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ R സുനിൽകുമാർ, TV ജിമോൻ, MT ജോയ്, ജസ്മി ജോബി, K ബാലൻ, VM മാത്യു, തൃശൂർ ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ കോർഡിനേറ്റർ ജോമിറ്റ് ജോസ്, എടപ്പള്ളി ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ മാനേജർ അജിത് കുമാർ, മൂവാറ്റുപുഴ അന്നൂർ ഡെന്റൽ കോളേജിലെ ഡോക്ടർ ഭീമ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഓർമ്മ റെസിഡൻസ് അസോസിയേഷൻ കുന്നത്തോളി ഗ്രിഗോറിയസ് ചാപ്പലിൽ വെച്ച് ഇന്ന് ശനിയാഴ്ച 9/5/2026 നമ്മൾ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ശാന്തി ഭവൻ്റെ എയർലി ക്യാൻസർ ആൻഡ് മെഡിക്കൽ ഡിറ്റക്ഷൻ ക്യാമ്പ് നടക്കുകയുണ്ടായി. അതിൽ നമ്മൾ പ്രധാനമായിട്ടും നമുക്കറിയാം, ഇന്ന് ഇപ്പോൾ ഒരുപാട് രോഗങ്ങൾ നമുക്കറിയാം ദിനംപ്രതി ആളുകളിൽ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഹൃദയാഘാതമായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, പ്രായാധിക്യമായിട്ട് പലവിധ രോഗങ്ങളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കും. അപ്പം ഇതിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതിൻ്റെ അളവ് അല്ലെങ്കിൽ ഇതിൻ്റെ രോഗികളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കുന്നത് നമ്മൾ എയർലി നേരത്തെ കണ്ടെത്തുക. അപ്പം അതിലൂടെ നമുക്ക് ഈ പറയുന്ന ആളുകളുടെ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ട് നേരത്തെ കണ്ടെത്തിയാണെങ്കിൽ അതിൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നേരത്തെ നടത്താം. അപ്പം ഇന്നൊക്കെ ഒരു പരിധി വരെ ആളുകൾ ഇത് കണ്ടെത്താൻ വൈകുന്നതുകൊണ്ടാണ് മാരകമായ രോഗികളാവുന്നതും അതോടൊപ്പം തന്നെ മരണത്തിലേക്ക് പോകുന്നു. അപ്പം നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എയർലി ക്യാൻസർ ആൻഡ് മെഡിക്കൽ ഡിറ്റക്ഷൻ. അപ്പോൾ നിങ്ങൾക്കിത് പറയുമ്പോൾ ഒരു സംശയം തോന്നും, ഇത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എയർലി ക്യാൻസർ ആൻഡ് മെഡിക്കൽ ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാകും. അപ്പോൾ അത് ഞാനതിനെ ഒന്ന് 2ആയിട്ട് വിശദീകരിക്കാം. എയർലി ക്യാൻസർ ആൻഡ് മെഡിക്കൽ ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാൻസർ ഉള്ള രോഗികളിൽ അപ്പോൾ അത് ഉണ്ടെങ്കിൽ നേരത്തെ അത് കണ്ടെത്താൻ ചെയ്ത്. മെഡിക്കൽ എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. നമുക്കറിയാം ഇന്ന് ഷുഗർ വന്ന് കിഡ്നി ഡാമേജായി ഡയാലിസിസിലേക്ക് പോകുന്നത്, അതുപോലെ തന്നെ ഫാറ്റി ലിവർ വന്ന് ലിവർ സിറോസ് വന്ന് ഫ്ലൂയിഡ് ടാപ്പിങ്ങിലേക്ക്. അപ്പോൾ ഇത്തരം മെഡിക്കൽ ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ലാസ്റ്റ് സ്റ്റേജ് മരണമാണ്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ആർക്കെങ്കിലും ഈവൻ ഇപ്പോൾ എനിക്കുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം സ്ക്രീനിങ്ങിന് വിധേയമായാൽ മാത്രമാണ് നമുക്ക് ഇത്ര രോഗങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്താൻ പറ്റുള്ളൂ. ജനറൽ, ദന്ത, നേത്ര വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായി. ഒരുമ റെസിഡൻസ് അസോസിയേഷനാണ് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ന് ചെയ്യുന്നത് ജനറൽ OP ഉണ്ട്, അതുപോലെ ഐ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ ഡെൻ്റൽ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. തൃക്കളത്തൂർ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങൾ ഉള്ളവർക്ക് ഒരു സൗജന്യമായ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള രീതിയിലാണ്. ഇവിടെ നമ്മൾ ജനറൽ OPയിൽ പരിശോധനയ്ക്ക് ശേഷം കണ്ണ് പരിശോധിക്കുകയും അതുപോലെ പല്ല് സംബന്ധമായ കാര്യങ്ങൾ പരിശോധിക്കുകയും അതിൽ സൗജന്യമായി പല കാര്യങ്ങളും സൗജന്യമായ ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ കണ്ണിൻ്റെ വിഭാഗത്തിൽ പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഇപ്പോൾ തിമിരം ഒക്കെ വന്നാൽ അത് സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കും. എന്നാൽ
പൈസയുള്ളവർക്ക് അതിൻ്റെ അനുസരിച്ച് ഉള്ള കുറഞ്ഞ നിരക്കിൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ അത് ചെയ്ത് കൊടുക്കുന്നതാണ്. കുറഞ്ഞ നിരക്കിൽ ലാബ് പരിശോധന സജ്ജമായിരുന്നു. ECG, എക്കോ ടെസ്റ്റുകൾക്കുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത് നടത്തുന്നത്. ഇവിടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. ഒരുമ റെസിഡൻസ് അസോസിയേഷൻ ആരംഭിച്ചിട്ട് ഏകദേശം 2 വർഷമാവുന്നു. ശൈശവാവസ്ഥയിലാണ്. ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് റെസിഡൻസ് അസോസിയേഷൻ, പിന്നെ അന്നൂർ ഡെൻ്റൽ കോളേജ്, ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ തൃശ്ശൂർ, ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ഇടപ്പള്ളി, ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും കൂടിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 50-100 ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കുറേ പേരും കൂടി വരും. ഇത് രാവിലെ 9:30 തുടങ്ങി 12:30 വരെയുള്ള സമയത്താണ് നടക്കുന്നത്. ഇത് നടക്കുന്നത് സെൻറ്റ് ഗ്രിഗോറിയോസ് ചാപ്പലിൻ്റെ ഈ ഹാളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇത് പോകുന്നത് ജനങ്ങൾക്ക് ഇത് കുറച്ച് ഇതുകൊണ്ട് ഉപകാരം കിട്ടും. കുറേ രോഗികൾ ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ അറിഞ്ഞു വന്നിരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഇതിനായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഇനി വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മീഡിയ 60 കോതമംഗലം.